ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു. ഇന്നലെ ഒരു സർക്കുലാർ സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് മൂലം അതിന് ചുറ്റിനും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കോൺസെൻട്രിക് സർക്കിൾ ആണെന്നുള്ള കാര്യം പറഞ്ഞു. അതായത് ഇങ്ങനെ മുകളിലോട്ട് കറണ്ട് പോവുകയാണെങ്കിൽ തമ്പ് റൂൾ വെച്ചിട്ട് ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്, അതായത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ. എന്നാൽ മുകളിൽ നിന്ന് താഴോട്ടാണ് ഇത് വരുന്നതെങ്കിൽ അതെന്താ, അത് തമ്പ് റൂൾ വെച്ചിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത്. ഇന്നലെ പഠിപ്പിച്ചത് ഈ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ ഞാൻ ഇങ്ങനെ എടുത്ത് വളച്ചു. ഇങ്ങനെ വളച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതൊരു ബാർ മാഗ്നറ്റ് ആയിട്ട് മാറും. അതായത് ഒരു സൈഡ് നോർത്ത് പോളും ഒരു സൈഡ് സൗത്ത് പോളും ആയിട്ട് മാറും എന്നുള്ള കാര്യമാണ് ഇന്നലെ പഠിപ്പിച്ചത്. അതായത് ഇപ്പൊ ഇതിനകത്തൂടെ ഈ ഡയറക്ഷന് കടത്തി വിട്ട് കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾ ഒരു കോയിലിനെ നിങ്ങളെ ഗേൾസ് ആണെങ്കിൽ നിങ്ങളുടെ റാ എടുത്തിട്ട് റാ കൺസിഡർ ചെയ്തിട്ട് റായിനെ നിങ്ങൾ ഈ തമ്പ് റൂൾ വെച്ചിട്ട് തമ്പ് ഇങ്ങോട്ടേക്ക് പിടിക്കുന്ന രീതിയിൽ വെക്കുവാണെങ്കിൽ നോക്കിയാൽ ബാക്കി ഫിംഗേഴ്സ് എല്ലാം ഈ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അതായത് നിങ്ങൾ എങ്ങനെ ആ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്ന കറണ്ട് തമ്പ് അങ്ങനെ പിടിക്കുകയാണെങ്കിലും കറണ്ട് ഇവിടെ ഈ ഡയറക്ഷനൊക്കെ പിടിക്കുകയാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കായിരിക്കും ആണല്ലോ, ഇൻടു ദ പ്ലെയിൻ ഓഫ് മാഗ്നറ്റ്. നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റിന് രണ്ട് പോൾ ഉണ്ടെന്നും നോർത്ത് പോളും സൗത്ത് പോളും. നോർത്ത് പോളിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണെന്നും അതേപോലെ തന്നെ സൗത്ത് പോളിനകത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കയറി പോകുന്നത് പോലെയായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അതേപോലെ നോക്കി, ഇവിടെ ഇപ്പം ഈ കോയിലിന്റെ ഒരു സൈഡിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക് കയറുവാണ്, അതായത് ഇതിനകത്തേക്ക് കയറുവാണ്. അപ്പൊ ഉറപ്പായിട്ടും അകത്തേക്ക് കയറുന്ന സൈഡ് എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. കണ്ടോ, സൗത്ത് പോൾ. അപ്പൊ ഈ കോയിലിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കി കഴിഞ്ഞാലോ അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അത് നോർത്ത് പോൾ ആയിരിക്കും ഇതിനപ്പുറത്ത്. ഓക്കെ ആണല്ലോ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ഒരു ബാർ മാഗ്നറ്റിന്റെ പോലെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഒരു കോയിൽ, അതായത് ഇങ്ങനെ ഒരു കോയിൽ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയിലിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് കടത്തി വിടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ഓർക്കണം, ഏത് ലെറ്റർ ഓർക്കണം എന്നാ പറഞ്ഞത്? എസ് എന്ന് പറയുന്ന ലെറ്റർ ഓർക്കുക. എന്നിട്ട് എസ് എന്ന് പറയുന്ന ലെറ്ററിന്റെ അറ്റത്ത് രണ്ട് ആരോ നോക്കി, ഇതും ഇങ്ങോട്ടാണ് ഇതും ഇങ്ങോട്ടാണ് ഇതും ഇങ്ങോട്ടാണ് ഇതും ഇങ്ങോട്ടാണ്. കണ്ടോ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു കോയിലിലൂടെ കറണ്ട് ഒഴുകുവാണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ സൈഡ് സൗത്ത് പോൾ. എന്നാൽ വേറൊരു കോയിൽ എടുത്തിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ എടുക്കുകയാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇങ്ങനെ എൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നോക്കിയോ എൻ എന്ന് പറയുമ്പോൾ നോക്കിയാൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ ഇത് കണ്ടോ ഇങ്ങനെ കറങ്ങിട്ട് കണ്ടോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ എൻ പോകുന്നത്. കണ്ടോ, ആരോ ഇടുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അപ്പൊ ആ സൈഡിൽ എന്താ നോർത്ത് പോൾ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു കോയിലിലൂടെ കറണ്ട് ഒഴുകുവാണെങ്കിൽ ആ സൈഡ് സൗത്ത്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു കോയിലിലൂടെ കറണ്ട് ഒഴുകുവാണെങ്കിൽ ആ സൈഡ് നോർത്ത് എന്നുള്ളതായിരിക്കും മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഒരു കോയിലിന്റെ കാര്യമായിരുന്നു ഇന്നലെ പഠിച്ചത്. എന്നാൽ ഒരു കോയിലിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ, അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള കുറേ കോയിൽ പുറകി കുറേ കോയിൽ ഞാൻ ഇങ്ങനെ അടുക്കി വെക്കുവാണെങ്കിൽ ഇത് എന്തായിട്ട് മാറുമെന്ന് അറിയാമോ? ഇത് സോളിനോയിഡ് ആയിട്ട് മാറും. അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഹെഡിങ് എഴുതുക. അടുത്തത്, അതായത് ഇന്നലെ കയറാത്തവര് അതിൻ്റെതായിട്ടുള്ള രണ്ട് പേജോ 2.5 പേജോ ഒക്കെ വിട്ടിട്ട് പുതിയ ടോപ്പിക്കിലേക്ക് പോവാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്. ഒരു സോളിനോയിഡ് മുഖാന്തരമുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ സോളിനോയിഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? നമ്മളൊരു അകം പൊള്ളയായിട്ടുള്ള ഒരു ഇരുമ്പിന്റെ സിലിണ്ടർ എടുക്കുക. കണ്ടോ, ഇങ്ങനെ. അതിനെ നമ്മൾ സോഫ്റ്റ് അയൺ കോർ എന്ന് പറയും. പച്ചിരിമ്പ് എന്നാ പറയുന്നത്. പച്ചിരിമ്പ്, മലയാളത്തിൽ പച്ചിരിമ്പ്. സോഫ്റ്റ് അയൺ കോർ എടുക്കുക. അത് ഇരുമ്പിന്റെ ഒരു സിലിണ്ടർ, ഹോളോ സിലിണ്ടർ എടുക്കുക. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? നമ്മൾ കുറെ കോയിൽ ചുറ്റാൻ പോവാ. നമ്മൾ ഒരു കോയിലല്ല, ഒരു കോയിൽ കുറെ തവണ അങ്ങ് ചുറ്റാൻ പോവാ. അതായത് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു കോയിൽ എടുക്കുന്നു, ഇതിന്റെ മുമ്പിൽ കൂടെ പോകുന്നു, ഇതിന്റെ ബാക്കിൽ കൂടെ വരുന്നു, ഇതിന്റെ ബാക്കിൽ കൂടി ഇങ്ങനെ വന്ന് വീണ്ടും ഇതിന്റെ മുമ്പിൽ കൂടെ എടുക്കുന്നു, ബാക്കിൽ കൂടെ വന്നിട്ട് ഇതിന്റെ മുമ്പിൽ കൂടെ വരുന്നു. നോക്കിയോ, ഇവിടെ ബാക്കിലൂടെ ഇത് വന്നിട്ട് കണ്ടോ ഇതിലൂടെ വരുന്നു. നോക്കിയോ, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇത് ബാക്കിലൂടെ താഴോട്ടായിരിക്കും ഇറങ്ങി. ദേവനന്ദ കയറിയിട്ടുണ്ടോ? ഓക്കെ,
എനിവേ നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ ഇതിനെ കോയിലിനെ ലൂപ്പ് ചെയ്യുന്ന കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം. കോയിലിനെ ലൂപ്പ് ചെയ്യുന്ന എങ്ങനെ, നമ്മൾ ഒരു സോഫ്റ്റ് അയൺ കോർ എടുക്കുന്നു. സോഫ്റ്റ് അയൺ കോർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹോളോ സിലിണ്ടർ കണ്ടോ, ഒരു ഹോളോ സിലിണ്ടർ, അകം പൊള്ളയായിട്ടുള്ള ഒരു ഇരുമ്പിന്റെ ഒരു സിലിണ്ടർ എടുക്കുന്നു. എന്നിട്ട് അതിലോട്ട് നമുക്ക് എങ്ങനെ വേണേൽ ചുറ്റാം. ഈ സൈഡില് ബാക്കിൽ കൂടെ പോയിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ വരുന്ന രീതിയിൽ അങ്ങനെ വേണേലും ചെയ്യാം. ഞാനിപ്പം ഈ സൈഡില് എന്താണ് കോയിലിന്റെ ഇത് ഫ്രണ്ടിൽ കൂടെ വരുവാണ്. അതായത് ഇതിങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഫ്രണ്ടിൽ കൂടെ തിരിഞ്ഞിട്ട് ബാക്കിൽ കൂടെ വരുന്നു, ഫ്രണ്ടിൽ കൂടെ തിരിഞ്ഞ് ബാക്കിൽ കൂടെ വരുന്നു, ഫ്രണ്ടിൽ കൂടെ കണ്ടോ, ഇങ്ങനെ വരുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ബാക്കി കൂടെ ഈ വയർ തന്നെ ഇങ്ങനെ വരിക. ഓക്കെ, അപ്പൊ ഞാൻ ശ്രേയോടാണ് ചോദിക്കുന്നത്, ശ്രേയ ഇപ്പൊ ഞാൻ ഈ ഡയറക്ഷനിലാണ് കറണ്ട് കടത്തി വിടുന്നത്. അപ്പൊ നോക്കിയേ, ഈ സൈഡിൽ കറണ്ട് എങ്ങനെയായിരിക്കും കയറി പോകുന്നത്? ഈ സൈഡിൽ കൂടെ കറണ്ട് ഏത് ഡയറക്ഷനിലായിരിക്കും ഈ കോയിലൂടെ കയറി പോകുന്നത്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? നിങ്ങളുടെ കണ്ണ് വേണ്ടി ഇവിടെ വെച്ചിട്ട് പോയി ഒന്ന് നോക്കിയേ, ഇത് എങ്ങനെയായിരിക്കും പോകുന്നത്? നിങ്ങളുടെ ഐ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ വെച്ച് നോക്കണം, ഈ ഡയറക്ഷനിൽ നോക്കണം. അപ്പൊ ഈ കറണ്ട് എങ്ങനെയായിരിക്കും പോകുന്നതെന്നൊന്ന് പറഞ്ഞേ. ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ്. നോക്കിയേ, അതായത് ഇങ്ങനെ ലൂപ്പിന്റെ ഈ കണ്ണുകൊണ്ട് ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ലൂപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഇവിടുന്ന് ഒരു കോയിൽ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് കണ്ടോ ബാക്കിൽ കൂടെ പോകും കണ്ടോ, ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് കണ്ടോ. അപ്പൊ ഈ സൈഡിലെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കടന്നു പോകുമ്പോൾ ആ ഒരു ലൂപ്പിനകത്തൂടെ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുമ്പോൾ ആ സൈഡ് എന്തായിരിക്കും എന്നാണ് നമ്മൾ പഠിപ്പിച്ചത് ശ്രേയ? ആ സൈഡ് എന്ത് പൊളാരിറ്റി ആയിരിക്കും നമ്മൾ പഠിപ്പിച്ചേ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ലൂപ്പിനകത്തൂടെ അല്ലെങ്കിൽ ഒരു കോയിലിനകത്തൂടെ കറണ്ട് കടന്നു പോയാൽ അതിന്റെ ആ സൈഡ് എന്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും? നോർത്ത് പോൾ. അപ്പൊ ഈ സൈഡ് നോർത്ത് പോൾ ആയില്ലേ? ഓക്കെ, ഇനിയും ശ്രേയയുടെ കണ്ണ് ഇവിടെ കൊണ്ടുവന്നേ, എന്നിട്ട് ഈ ഡയറക്ഷനിൽ നോക്കിയേ. ഇപ്പൊ ഇത് ഏത് ഡയറക്ഷനിലാണ് കറണ്ട് ഇറങ്ങി വരുന്നത്? ക്ലോക്ക് വൈസ്. അത് നമ്മൾ ഇങ്ങനെ നോക്കാം. അതായത് നമ്മൾ ഇവിടെ വരുന്നു, നമ്മുടെ ഇതുവഴി ഇങ്ങനെ കോയിൽ കറങ്ങിയിട്ട് തന്നെ ഇങ്ങനെ വരുന്നത് കണ്ടോ, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്നത്. നമ്മൾ ഈ കണ്ണ് വെച്ചിട്ട് തന്നെ ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഉള്ള ഇമേജ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതിങ്ങനെ വരുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു കറണ്ട് ഒഴുകി വരുവാണെങ്കിൽ ഇത് എന്തായിട്ട് ബിഹേവ് ചെയ്യും? ശ്രേയ പറഞ്ഞേ. സൗത്ത് പോൾ. സൗത്ത് പോൾ കണ്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് പോലെ തന്നെ ബിഹേവ് ചെയ്തില്ലേ? അങ്ങനെയാണ് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ ഒന്ന് ഇങ്ങനെ, അടുത്തത് ഇവിടെ ഒന്ന് ഇങ്ങനെ, അടുത്തത് ഇവിടെ ഒന്ന് ഇങ്ങനെ, അടുത്ത താഴത്തെ നോക്കി ഇവിടെ നോക്കി ഇവിടെ ഒന്ന് ഇങ്ങനെ, അടുത്തത് ഇവിടെ ഒന്ന് ഇങ്ങനെ, അടുത്തത് ഇവിടെ ഒന്ന്. അപ്പൊ ഡയറക്ഷൻ കൊടുക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടോ, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോൾ. ഇനി ഒരു രസകരമായിട്ടുള്ള കാര്യം, ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ഇതിന്റെ അകം പൊള്ളയാണല്ലോ, ആ പൊള്ളയുടെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം എന്തായിരിക്കും അറിയോ? ഇങ്ങനെ പാരലൽ ആയിരിക്കും കണ്ടോ, ഇങ്ങനെ പാരലൽ ആയിരിക്കും. ഡയറക്ഷൻ വരയ്ക്കേണ്ട, പാരലൽ ആയിട്ട് വരച്ചാൽ. നമ്മൾ ഇന്നലെ ഒരു കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഇത് കണ്ടോ, ഇത് ഒരു കോയില്, ഇത് അടുത്ത കോയില്, ഇത് അടുത്ത കോയില്, ഇത് അടുത്ത കോയില്, ഇങ്ങനെ 10,000 കോയില് ചേർന്നാണ് ഒരു സോളിനോയിഡ് ഉണ്ടാക്കുന്നത്. 10,000, 5,000, 1000. അപ്പം കുറെ കോയിൽ ചേർന്നിട്ടാണ്. നമുക്കറിയാം ഒരു കോയില് തന്നെ ഉണ്ടാക്കുന്ന സെൻട്രൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ കൂടുതലാണ്. കാരണം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ വന്ന് മീറ്റ് ചെയ്യും, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ഇവിടെ വന്ന് മീറ്റ് ചെയ്യും, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ഇവിടെ വന്ന് മീറ്റ് ചെയ്യും, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ഇവിടെ വന്ന് മീറ്റ് ചെയ്യും, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ഇവിടെ വന്ന് മീറ്റ് ചെയ്യും, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ഇവിടെ വന്ന് മീറ്റ് ചെയ്യും, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഒരു കോയിൽ തന്നെയാണെങ്കിൽ അതിന്റെ സെൻട്രലുള്ള മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഇതുപോലെ കുറെ കണ്ടോ, ഇതിപ്പോ ഒരു കോയിൽ, രണ്ട് കോയിൽ, 3 കോയിൽ, 4 കോയിൽ, അപ്പൊ ഇവരുടെ എല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് അയൺ പോലെയുള്ള മെറ്റീരിയലിനെ ഈ അകം പൊള്ളയായിട്ടുള്ള ഈ ഭാഗത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ, കുറച്ചേരം കയറ്റി വെച്ചിട്ട് ഇതിനകത്തൂടെ കറണ്ട് കടത്തി വിട്ടാൽ അത് മാഗ്നറ്റ് ആയിട്ട് മാറാനായിട്ട് പറ്റും. കാരണം എന്താ, അത് മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് നമ്മൾ കൊണ്ടുവെക്കുന്നത്. സ്ട്രോങ് മാഗ്നറ്റിക്, നടുക്കുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പടം വരയ്ക്കുക. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ടത് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലത്തെ ക്ലാസ് കഴിഞ്ഞ് പഠിപ്പിച്ചത്. ഇത്ര ഒരു പടം വരയ്ക്കാനുള്ള ഒരു സ്പേസ് വിട്ടിട്ട് ഈ താഴെ എഴുതിയത് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് produced by
produced by a current carrying solenoid depends on solenoid depends on ഒന്നെന്നിട്ടിട്ട് number of turns number of turns ശരിയല്ലേ? നമ്പർ ഓഫ് ടേൺസ് കൂടി കഴിഞ്ഞാൽ ഒരു കോയിലിന് പകരം 10 കോയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ 10 ഇരട്ടി ആയിരിക്കുമല്ലോ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാലും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. ഓക്കെ, എന്നിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒരു ഹൈഫൻ ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം. ലാർജർ ദ നമ്പർ ഓഫ് ടേൺസ് in the solenoid greater will be the magnetism produced. രണ്ടാമത്തേത് the strength of current. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു കോയിലിനകത്തൂടെ 2 ആംപിയർ കറണ്ട് കടത്തി വിടുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എന്നാൽ ഒരു 100 ആംപിയർ കറണ്ട് കടത്തി വിട്ടാലോ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുക ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ പറ്റുന്ന ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the strength of current in the solenoid. ഹൈഫൻ ഇട്ടിട്ട് എഴുതുക. larger the current passed through larger the current passed through the solenoid stronger will be the magnetism produced. Stronger will be the magnetism produced. അടുത്തത് മൂന്നാമത്തെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോ എന്തിലാണ് ഈ കോയിൽ ചുറ്റുന്നത്? സോഫ്റ്റ് അയൺ കോറിലാണ് ചുറ്റുന്നത്. സോഫ്റ്റ് അയൺ കോർ എന്ന് പറയുമ്പോൾ പച്ചിരുമ്പ്. അതിന് പകരം നമുക്ക് സ്റ്റീൽ യൂസ് ചെയ്യാം. പക്ഷെ സ്റ്റീൽ യൂസ് ചെയ്യുന്നതിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് വേറെ ഏത് മെറ്റീരിയൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈ കോയിൽ റോൾ ചെയ്യാൻ വേണ്ടി. പക്ഷെ സോഫ്റ്റ് അയൺ കോർ പച്ചിരുമ്പ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വേറെ ഏത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് സ്ട്രെങ്തിനെക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ റീസൺ the nature of material used in making solenoid. എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് എഴുതേണ്ടത് the use of soft iron core in solenoid produces strong magnetism. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഇലക്ട്രോ മാഗ്നറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ സോളിനോയിഡ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എക്സാമ്പിൾ ആണ്. എന്താണെന്നറിയോ?
ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ മാത്രമേ അത് മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യത്തുള്ളൂ. ഇലക്ട്രിസിറ്റി നിർത്തി കഴിഞ്ഞാൽ മാഗ്നറ്റിസം പോകും. അങ്ങനെയുള്ള മാഗ്നറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഹെഡിങ് എഴുതാം, ഇലക്ട്രോ മാഗ്നറ്റ്സ്. ഒന്നാമത്തെ ഡോട്ട് എഴുതുക. an electric current can be used for making temporary magnet known as electromagnet. അതായത് സോളിനോയിഡ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എക്സാമ്പിൾ ആണ്. കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രം ടെമ്പററി ആയിട്ട് ഒരു മാഗ്നറ്റിസം ആണ് അവിടെ, മാഗ്നറ്റിസം പ്രോപ്പർട്ടി ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. കറണ്ട് ഇല്ലയോ അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല. ഓക്കെ, അടുത്ത ഡോട്ട് എഴുതുക. an electromagnet work on magnetic effect of current. ശരിക്കും അറിയാലോ, ഇപ്പം ഇലക്ട്രോ മാഗ്നറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട്. കാരണം കറണ്ട് അത് ഒരു കണ്ടക്ടറിനകത്തോടെ പോയി കഴിഞ്ഞാൽ അതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകാൻ പറ്റും എന്നുള്ള കറണ്ടിന്റെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ മാഗ്നറ്റിനെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അടുത്ത ഡോട്ട് ഒരു കാര്യം കൂടി എഴുതാം. സോളിനോയിഡ് is an example of electromagnet. സോളിനോയിഡ് ഇലക്ട്രോമാഗ്നറ്റിക് എക്സാമ്പിൾ. അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതാം. an electromagnet is a magnet consisting of a long coil. അതായത് സോളിനോയിഡ് തന്നെ, നമ്മൾ നേരത്തെ വരച്ച സോളിനോയിഡ് തന്നെയാണ് ഇലക്ട്രോമാഗ്നറ്റ്. ഓക്കെ, ലോങ് കോയിൽ ഓഫ് insulated copper wire wrapped around a soft iron core that is magnetized only when electric current is passed through it. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു സോഫ്റ്റ്വെയർ കോർ എടുക്കുന്നു. അകം പൊള്ളയായിട്ടുള്ള ഒരു സിലിണ്ടർ ആണ്. നേരത്തെ വരച്ചത് തന്നെ, നമുക്ക് ഇവിടെ വരയ്ക്കേണ്ട എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ വീണ്ടും വരച്ചോണ്ട് എന്താ, ഇതൊരു ഇരുമ്പാണ്, അകം പൊള്ളയായിട്ടുള്ള ഒരു ഇരുമ്പ്. ഇതിലോട്ട് ഇൻസുലേറ്റഡ് കോപ്പർ വയർ, നമ്മുടെ വീട്ടില് കറണ്ട് കൊണ്ടുവരുന്ന വയറില്ലേ, ചെറിയ വയറുകൾ, ആ വയറുകൾ എടുത്തിട്ട് ഇതിനകത്തോട്ട് കുറെ, അതായത് ഇങ്ങനെ ഒന്നെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ചുറ്റി ബാക്കിൽ കൂടെ പോയിട്ട് വീണ്ടും ഫ്രണ്ടിൽ കൂടെ ചുറ്റി ബാക്കിൽ കൂടെ, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും വരാം. ഓക്കെ, ഇങ്ങനെ വന്ന് കണ്ട ഇങ്ങനെ പോകും. ഇതുവഴി കറണ്ട് കടത്തി വിടുമ്പോൾ നോക്കി, ഇതിനകത്ത് മറ്റേ ഈ സൈഡ് നോർത്ത് പോളും ഈ സൈഡ് സൗത്ത് പോളും ഡെവലപ്പ് ചെയ്തിട്ട് നോർത്ത് പോളിൽ അത് തിരിച്ചും വരാൻ കേട്ടോ. നമ്മൾ കറണ്ട് കടത്തി വിടുന്നതുകൊണ്ടാണ് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ സൈഡ് ഫിക്സഡ് ആയിട്ട് നോർത്തും ഈ സൈഡ് ഫിക്സഡ് ആയിട്ട് സൗത്തും ഒന്നും അല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ആ കറണ്ട് കയറി പോകുന്ന ഡയറക്ഷൻ ഒക്കെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്. ബാറ്ററി ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടേ വരയ്ക്കാവും, അല്ലെങ്കിൽ പൊളാരിറ്റി ഐഡന്റിഫൈ ചെയ്യാവും. ഓക്കെ, ഇനി നമ്മൾ ഒരു ചോദ്യം ഇവിടുന്ന് നേരത്തെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഇരുമ്പിന്റെ കോർ ഉപയോഗിക്കുന്നു, സ്റ്റീലിന്റെ കോർ ഉപയോഗിച്ചാൽ പോരെ? അപ്പൊ ഇരുമ്പിന്റെ കോറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇരുമ്പിന്റെ കോറ് കറണ്ട് കടത്തി വിട്ടാൽ പെട്ടെന്ന് മാഗ്നറ്റ് ആവുകയും കറണ്ട് മാറ്റുമ്പോഴത്തേക്കും മാഗ്നറ്റിസം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അങ്ങനെയുള്ള ഒരാളിനെ അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ സ്റ്റീലിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ?
സ്റ്റീലിനകത്തൂടെ കറണ്ട് കടത്തിവിട്ടാൽ സ്റ്റീൽ മാഗ്നറ്റ് ആയിട്ട് മാറും. പക്ഷേ കറണ്ട് ഓഫ് ആക്കുന്ന സമയത്തും അതിനകത്ത് ആ മാഗ്നറ്റിസം നിലനിൽക്കും, കുറേ നാൾ നിലനിൽക്കും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ടെമ്പററി മാഗ്നറ്റിന്റെ ഒരു എക്സാമ്പിൾ അല്ല, പെർമനന്റ് മാഗ്നറ്റിക് നേച്ചറിലേക്ക് പോയി. അതാണ് സ്റ്റീൽ കോർ ഉപയോഗിക്കാത്തതിന്റെ കാരണം. ഓക്കെ, അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കിക്കോളൂ. ദ കോർ ഓഫ് ആൻ ഇലക്ട്രോമാഗ്നെറ്റ് must be a soft iron core. Because soft iron core loses all its magnetism, magnetism when the current in the coil is switched off. On the other hand, if steel is used to make core of electromagnet, comma, it does not lose its magnetic property, അല്ലെങ്കിൽ magnetism when current is stopped. Current is stopped, and thus steel becomes a permanent magnet. That's why it is not used for making electromagnet. That is why steel is not used for making electromagnet. Used for making electro. ഇനിയും നമുക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിന്റെ എന്താണ് സ്ട്രെങ്ത്, മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തത്. അതും മറ്റേ സോളിനോയിഡിനെ തന്നെ എഴുതി വെച്ചാൽ മതി, കാരണം സോളിനോയിഡ് തന്നെയല്ലേ ഇലക്ട്രോമാഗ്നറ്റ്. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ്, ഒരു ഡോട്ട് ഇട്ടിട്ട് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റ് can be increased by increasing number of turns. നേരത്തെ എഴുതിയ അതേ തന്നെ, and increasing current through it. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ പഠിച്ചത് ഒരു സിംഗിൾ ലൂപ്പിൽ കൂടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ സിംഗിൾ ലൂപ്പിന്റെ ഒരു സൈഡ് സൗത്ത് പോൾ, ഒരു സൈഡ് നോർത്ത് പോൾ ആയിട്ട് മാറും. അതായത് സിംഗിൾ ലൂപ്പ് ഒരു ബാർ മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യും. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഈ സിംഗിൾ ലൂപ്പിനെ ഒരു 10,000 ലൂപ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ് ആൻഡ് കോറിൽ ചുറ്റിയാലും അവിടെയും എന്താണ് ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. അവിടെ ഒരു സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ടാവും. കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കിയാൽ മതി. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ലൂപ്പിനകത്തൂടെ കറണ്ട് കയറുന്നെങ്കിൽ ആ സൈഡ് സൗത്ത് പോളും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് എന്താണ് നോർത്ത് പോളോ എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി.
അപ്പം സോളിനോയിഡ് അങ്ങനെയുള്ള കുറെ എന്താണ് ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിലിനെ, കറണ്ട് ക്യാരിങ് കോയിലിനെ നമ്മൾ സോളിനോയിഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോളിനോയിഡ് ഒരു പെർമനന്റ് മാഗ്നറ്റ് ടെമ്പററി മാഗ്നറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ആ ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് അത് കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രം മാഗ്നറ്റ് ആകുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ സോളിനോയിഡ് തന്നെയാണ്. സോളിനോയിഡിന് വെച്ചിട്ട് നമുക്ക് സോളിനോയിഡിന്റെ എന്താണ് അകത്തുണ്ടാകുന്ന, അതായത് ആ പൊള്ളയായിട്ടുള്ള ആ ഭാഗത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് പാരലലും യൂണിഫോമും ആണ്, വളരെ സ്ട്രോങ് ആണ്. അപ്പം അതും കൂടെ വേണമെങ്കിൽ ഞാൻ ആ സോളിനോയിഡിന്റെ അവിടെ എഴുതാൻ വിട്ടുപോയൊരു സാധനമാണ്. അത് വേണമെങ്കിൽ അവിടെ ഒന്ന് എഴുതിക്കേ. അതായത് ആ സോളിനോയിഡിന്റെ പടം വരച്ചില്ല, ആ പടത്തിന്റെ സൈഡിലോട്ട് ഒരു കാര്യം എഴുതിയിടുക. പടത്തിന്റെ സൈഡിലോട്ട് ഒരു കാര്യം എഴുതിയിടുക. ഇൻസൈഡ് ദ സോളിനോയിഡ്, ഇൻസൈഡ് ദ സോളിനോയിഡ്, magnetic field is strong, parallel and uniform. എന്നിട്ട് അടുത്തൊരു ഡോട്ട് ഇട്ട് outside the solenoid, magnetic field is assumed to be zero അല്ല, magnetic field is assumed to be zero. ഇന്ന് ഓഫ്ലൈൻ വന്നവരും ഞാൻ ഓഫ്ലൈൻ വന്നവരെ അത് പഠിപ്പിച്ചില്ലായിരുന്നു. അപ്പൊ ഈ സാധനം എക്സ്ട്രാ ആയിട്ട് ഇന്നിപ്പോ പറഞ്ഞാണ്, അതൊന്ന് എഴുതിയിട്ടേക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ സോളിനോയിഡിന്റെ വെളിയിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അസ്യൂംഡ് ടു ബി സീറോ ആയിട്ട് എടുത്തതെന്ന്? അത് അങ്ങനെ എടുക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ താഴത്തെ മാഗ്നറ്റിക് ഫീൽഡ് മുകളിൽ വരുമ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. സീറോ ആകത്തില്ല, പക്ഷേ കുറയും, മാഗ്നറ്റിക് ഫീൽഡ് കുറയും. ഓക്കെ, so outside the magnetic field outside the solenoid magnetic field is assumed to be zero അല്ല, ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. പക്ഷെ ഇൻസൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആയിരിക്കും, യൂണിഫോം ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ അവിടെ ആ പടത്തിന്റെ സൈഡിൽ ഒന്ന് എഴുതിയിട്ട്. ഇനി എഴുതേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്. അടുത്ത ഹെഡിങ് എഴുതേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ പെർമനന്റ് മാഗ്നറ്റ് ഒരു എക്സാമ്പിൾ ആണ് ബാർ മാഗ്നറ്റ്. വേണം ബ്രാക്കറ്റിൽ ബാർ മാഗ്നറ്റ് എന്ന് എഴുതി. ബാർ മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്. വേണേൽ രണ്ടായിട്ട് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് നടുക്കൊരു വര വരച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും എഴുതാമേ. അപ്പൊ ഞാൻ ആദ്യം പെർമനന്റ് മാഗ്നറ്റിനെ പറ്റിയാണ് എഴുതാൻ പോകുന്നത്. പെർമനന്റ് മാഗ്നറ്റ് നടുക്കൊരു വര വരച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയും താഴെ എഴുതിയാലും കുഴപ്പമില്ല. ഇത് ഇലക്ട്രോ മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റ് എക്സാമ്പിൾ ബാർ മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റ് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ് ഈസ് എ പെർമനന്റ്. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്. Its magnetism is only for the duration of which current passing through it. അതായത് ബാർ മാഗ്നറ്റ് പെർമനന്റ്, അതിന്റെ മാഗ്നറ്റിസത്തിന് വ്യത്യാസമില്ല.
പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റ് ടെമ്പററി ആണ്. കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രമേ അത് മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കുള്ളൂ. അടുത്തത് സ്ട്രെങ്ത് ഓഫ് പെർമനന്റ് മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റ് cannot be changed. നമുക്കറിയില്ല, ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്തിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്തിനെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. എങ്ങനെ? ഒന്ന് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുകയോ കറണ്ട് കൂട്ടുകയോ ഒക്കെ ചെയ്താൽ മതി, ഇല്ലേ? ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, the strength of electromagnet can be changed. അടുത്തത് a permanent magnet produces weak force of attraction. An electromagnet can produce very strong കാരണം നമുക്കറിയാം ഈ എന്താണ് പെർമനന്റ് മാഗ്നറ്റ് ആകുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. പക്ഷേ ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് ആകുമ്പോൾ അതിന് നമുക്ക് കറണ്ട് കൂട്ടിയോ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയോ അതിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് കൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ബാർ മാഗ്നറ്റിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നോർത്തിന് നോർത്ത് തന്നെയായിരിക്കും, സൗത്തിന് സൗത്ത് തന്നെയായിരിക്കും. എന്നാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റ് നമുക്ക് ആ കറണ്ട് കടത്തിവിടുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇല്ലേ? അപ്പൊ അതാണ് എന്താണ് പെർമനന്റ് മാഗ്നറ്റിന്റെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ അവിടെ ഉള്ള വ്യത്യാസം. അപ്പൊ ഇങ്ങനെ എഴുതാം. അപ്പം ദ പൊളാരിറ്റി ലാസ്റ്റ് അതാണ് പൊളാരിറ്റി ഓഫ് പെർമനന്റ് മാഗ്നറ്റ് is fixed and cannot be changed. ഇവിടെയോ the polarity of electromagnet cannot അല്ല electron can be changed by reversing the direction of
ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഓഫ്ലൈനിൽ പഠിപ്പിച്ച ഒരു ടോപ്പിക് കൂടെ ഉണ്ട് പഠിക്കാൻ, അതായത് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതുകൂടെ പറഞ്ഞുതരാം, അതിന്റെ നോട്ട് കൂടെ എഴുതിക്കും. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ. അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ. ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറന്റ് ക്യാരിയിങ് കറന്റ് ക്യാരിയിങ് conductor current carrying conductor placed in a magnetic field. Force acting on a current carrying conductor placed in a magnetic field. അപ്പൊ ആദ്യം അത് എഴുതാനുള്ളതെല്ലാം എഴുതിക്കോ, എന്നിട്ട് ഞാൻ അതിന്റെ കാര്യം പറഞ്ഞു തരാം. എഴുതാനുള്ളതെല്ലാം എഴുതിക്കോ. when a current carrying conductor is placed in a magnetic field. A mechanical force is exerted on the conductor, which can make the conductor move. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് മൂവ് ചെയ്യും. അതെന്താണെന്ന് അറിയാമോ? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് നോക്കിയോ. ഇപ്പം ഞാനൊരു ജസ്റ്റ് ഇത് വരയ്ക്കണ്ടേ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. ഇതൊരു ഹോഷു ഷേപ്ഡ് മാഗ്നറ്റാണ്. ഹോഷു ഷേപ്ഡ് മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇവിടെയും സൗത്ത് പോൾ ഇവിടെയുമാണ്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് എന്താണ്, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇതിനിടയിൽ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഞാൻ ബാറ്ററി, ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് ഞാനൊരു കണ്ടക്ടറിനെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കും, തൂക്കിയിട്ടിരിക്കുക. ഇത് AB എന്ന് പറഞ്ഞ കണ്ടക്ടർ. ഓക്കെ, അപ്പൊ ഈ കണ്ടക്ടറിൽ ഇപ്പം കറണ്ട് പോകുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ കറണ്ട് പോകുമ്പോൾ ഇതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പം ഈ എന്താണ് മാഗ്നറ്റ് മൂലവും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ രണ്ട് മാഗ്നറ്റ് അവിടെ ഉണ്ട്. രണ്ട് മാഗ്നറ്റ് അടുത്തടുത്ത് വന്നാൽ അവിടെ അട്രാക്ഷനോ റിപ്പൾഷനോ ഭാഗമായിട്ട് അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാം. നിങ്ങൾക്ക് അറിയത്തില്ലേ, രണ്ട് മാഗ്നറ്റിനെ അടുത്ത് കൊണ്ടുവന്നാൽ ഒന്നെങ്കിൽ അത് അട്രാക്ട് ചെയ്യും, അടുത്തോട്ട് മൂവ് ചെയ്യല്ലേ, അതൊന്ന് മൂവ് ചെയ്യും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയും അതുപോലെ രണ്ട് മാഗ്നറ്റാണ്, ശരിയല്ലേ? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അല്ലാതെ ഈ മാഗ്നറ്റിനും എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ നമുക്ക് ഈ എന്താണ്, ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക, എന്തുവാ, ഈ മാഗ്നറ്റ്. പക്ഷെ ഇത് ഈ AB എന്ന് പറയുന്ന കണ്ടക്ടർ നമ്മൾ ഊഞ്ഞാല് പോലെ തൂക്കിയിട്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ മണ്ടയ്ക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ ഭാഗം അത് ഒന്നെങ്കിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അകത്തോട്ടോ എന്ത് ചെയ്യും, മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നിങ്ങളൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മൂവബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ അത് ചെയ്യുന്നതെങ്കിൽ അത് മൂവ് ചെയ്യുന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ള കാര്യം ആലോചിക്കണം. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് മൂവ് ചെയ്യുന്നുള്ള കാര്യം ആലോചിക്കണം. അതിന്റെ റീസൺ എന്താ, മാഗ്നറ്റിനകത്തും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് വെക്കുന്നതിന് ഒരു പൊസിഷൻ ഉണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോയി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വെച്ചത്.
അപ്പം ഇങ്ങനെ വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വെച്ചു, കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, പക്ഷെ കറണ്ട് ക്യാരിയും കണ്ടക്ടറിനെ നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യത്തില്ല. മനസ്സിലായോ? എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മളൊരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിനെ കൊണ്ട് അവിടെ വെക്കാനായിട്ട്. ഓക്കെ ആണല്ലോ, എന്നാലേ ഫോഴ്സ് ആക്ട് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പം അത് അടുത്ത ഡോട്ട് ഇട്ടിട്ട് അതും കൂടി എഴുതാം. ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് acting on a current carrying wire in a magnetic field is ഒന്നെന്ന് എഴുതിയിട്ട് perpendicular to direction of current. അതേപോലെ തന്നെ രണ്ട് perpendicular to direction of magnet. Perpendicular to direction. ഇത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇത് നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ ഒന്നെങ്കിൽ അല്ല, കറണ്ടിന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. Perpendicular to direction of current and perpendicular to direction of magnetic field. അതായത് ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് മുകളിൽ നിന്ന് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്, കറണ്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് ഒന്നെങ്കിൽ ഇങ്ങോട്ടോ കണ്ടോ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ, അതേപോലെ തന്നെ എന്താ ഇത് തമ്മിലും പെർപെൻഡിക്കുലർ. ഇനി ഏത് തമ്മിൽ നോക്കിയാലും പെർപെൻഡിക്കുലർ, ഇത് തമ്മിൽ നോക്കിയാലും എന്താ പെർപെൻഡിക്കുലർ. കണ്ടോ, എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഒരു കാര്യം കൂടി എഴുതാം. The force produced when a current carrying conductor is placed in a magnetic field. ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ പേരുണ്ട്, ഈസ് കോൾഡ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയും. ലോറൻസ് ഫോഴ്സ് എന്ന് പറയും. അടുത്തൊരു ഇത് എഴുതുക. The maximum force exerted on a current carrying conductor is when it is placed in a direction perpendicular to the direction of magnetic field, and no force act on a current carrying conductor when it is placed parallel to it. When it is placed parallel to it.
ജംഗ്ഷനിൽ ഞാൻ ഹെൽമെറ്റ് ഇല്ലായിരുന്നു പോലീസ് കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഇനിയും നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കേണ്ട, നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വെക്കുവാണെങ്കിൽ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലോട്ടാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു റൂൾ ഉണ്ട്. അതിനെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നാണ് പറയുന്നത്. അതുകൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതുകൂടെ ഒന്ന് എഴുതിക്കോളൂ. അടുത്ത ഡോട്ട് ഇട്ടിട്ട് ദ ഡയറക്ഷൻ ഓഫ് force acting on a current carrying conductor placed in a magnetic field is given by Fleming's left hand rule. ആ റൂൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ആ റൂളോട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. According to this rule, hold your forefinger, ചൂണ്ടുവിരൽ, forefinger, comma, middle finger, comma, thumb of your left hand, in a mutually perpendicular direction. അല്ല, mutually perpendicular to each other എന്ന് എഴുതണേ. mutually perpendicular to each other, mutually perpendicular to each other, such that thumb gives the direction of force. Force acting on a conductor. Forefinger gives the direction of magnetic field. Thumb gives, thumb നമ്മൾ പറഞ്ഞല്ലോ. Middle finger gives direction of current. Middle finger gives the direction of current. ഞാനത് മനസ്സിലാക്കി തരാം എങ്ങനെയാന്നുള്ളത്. നിങ്ങൾ ഇത് എഴുതിയെടുത്തെങ്കിൽ ഞാൻ അതും കൂടെ പറഞ്ഞു തന്നിട്ട് നിർത്തിയേക്കാം. ഒരു ക്ലാസ് കൂടെ വേണം ഈ ചാപ്റ്റർ തീരാൻ, ഒറ്റ ക്ലാസ് കൂടെ. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഞാൻ ഒന്ന് വരച്ച്, എനിക്ക് വരയ്ക്കാൻ അത്ര ഒരു ഇതല്ല, എന്നാലും ഞാൻ വരയ്ക്കാൻ നോക്കിയോ. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ്
നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പാണ് ഇതെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് നിങ്ങളുടെ ചൂണ്ടുവിരൽ അങ്ങോട്ടേക്ക് ഇരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ചൂണ്ടുവിരലാണെന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ ചൂണ്ടുവിരൽ. ഇത് നിങ്ങളുടെ മിഡിൽ ഫിംഗർ ആണ്. തന്നെ ഇങ്ങനെ 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 പിടിക്കുക. നമ്മള് ഇങ്ങനെ പിടിക്കുകയാണ്. തന്നെ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ പിടിക്കുകയാണേ. അപ്പം ഇതിങ്ങനെ മറ്റ് രണ്ട് വിരൽ തന്നെ ഇങ്ങനെ നമ്മള് ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇത് thumb indicates direction of force. Forefinger represents direction of magnetic field. അതേപോലെ തന്നെ മിഡിൽ ഫിംഗർ represents direction of current. ഇങ്ങനെയായിരിക്കും വരുന്നത്. അത് എങ്ങനെയാന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരച്ച് കാണിക്കാം. തൽക്കാലം നിങ്ങൾ നോക്കുക. നിങ്ങൾ നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലെ ഷെയ്ക്ക് ഹാൻഡ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് വലത് കൈ കൊണ്ട്, അത് ഇടത് കൈ കൊണ്ട് ആക്കുക. എന്നിട്ട് ഈ രണ്ട് വിരൽ ഇങ്ങനെ ചുരുട്ടുക. എന്നിട്ട് ബാക്കി ഈ മൂന്ന് വിരൽ കൊണ്ട് നമ്മളിങ്ങനെ കൊച്ചിലാക്കി ഇങ്ങനെ വെടി വെക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കത്തില്ലേ, ഇങ്ങനെ ആയിരിക്കുന്നത്. അത് നമ്മൾ തന്നെ ഇങ്ങനെ ആക്കുക. ഇങ്ങനെ വെക്കുന്ന സമയത്ത് വീട്ടിലെ ഏറ്റവും പ്രായമുള്ള ആൾ അച്ഛൻ, ഫാദറിനെ ഈ വിരൽ കൊടുക്കുക. രണ്ടാമത്തേത് മദർ ആണ് പ്രായമുള്ളത്, മദറിന് ഇത് കൊടുക്കുക. മൂന്നാമത്തെ ചൈൽഡ് ഇത് കൊടുക്കുക. ഫാദർ, മദർ, ചൈൽഡ്. ഫാദറിന്റെ എഫ് ഫോഴ്സിന്റെ എഫ്, മദറിന്റെ എം മാഗ്നറ്റിക് ഫീൽഡ് എം, ചൈൽഡിന്റെ സി കറണ്ടിന്റെ സി. ഫാദർ, മദർ, ചൈൽഡ്, ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. കണ്ടോ, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇങ്ങനെ പിടിക്കുന്ന പടമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, കണ്ടോ ഇങ്ങനെ. അപ്പൊ നിങ്ങള് ഇത് തിരിഞ്ഞു പോലെ ഏറ്റവും നമുക്കറിയാം, നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ തള്ളവിരൽ മുകളിലോട്ട് വെച്ചിട്ടാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടത്. ഇങ്ങനെ അത് നിങ്ങൾ ഇടത് കൈ കൊണ്ട് കൊടുക്കുക. അപ്പം ഇത് ഫാദർ, ഇത് മദർ, ഇത് ചൈൽഡ്. അപ്പൊ ഫാദർ എന്ന് പറയുമ്പോൾ ഫോഴ്സ്, തള്ളവിരൽ എങ്ങോട്ടാണോ പിടിക്കുന്നത് അങ്ങോട്ടേക്കായിരിക്കും ഫോഴ്സ് പോകുന്നത്. ചൂണ്ടുവിരൽ എങ്ങോട്ടാണോ പിടിക്കുന്നത് അങ്ങോട്ടേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അതേപോലെ മിഡിൽ ഫിംഗർ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടേക്കായിരിക്കും എന്ത് പോകുന്നത്, നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ പോകുന്നത്. അത് നമുക്ക് പടമൊക്കെ വരച്ച് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ്